വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടുത്തെ ഒരു അവക്കാഡോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, മിൽക്കുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സ്മൂതി അടിച്ചെടുത്താലോ? അവക്കാഡോ ഒന്ന് ഇങ്ങനെ ചെയ്താൽ നല്ല പഴുത്ത അവക്കാഡോ ആണ്. അപ്പോൾ നമുക്ക് നല്ല ഇതേപോലെ കിട്ടും. നല്ല പഴുത്തിട്ടുണ്ട്. പഴുക്കായിരുന്നാൽ ഇത്ര കിട്ടില്ല, നമുക്ക് കോരിയെടുക്കണം. ഇതിങ്ങനെ അടിയുന്നതുണ്ടോ, തൊലി ഇങ്ങനെ അങ്ങ് കിട്ടും ഉണ്ടോ, നന്നായി കിട്ടും കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം, പിന്നെ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അടുത്ത് എന്ത് മിൽക്കാണല്ലേ ചോദിച്ചു കേട്ടോ, ആൽമണ്ടിൻ്റെയോ എന്ത് മിൽക്കാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അതാ മിൽക്കില്ലേ, അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാം, എളുപ്പം കഴിയുക. കുറച്ച് മാംഗോ, നല്ല പഴുത്ത മാങ്ങണേ. അതുപോലെ തന്നെ ഒരു ബനാന, അതും കൂടെ ഇട്ടിട്ട് നമുക്ക് സ്മൂതി അടിച്ചെടുത്താലോ. അതുപോലെ തന്നെ അവക്കാഡോ പോലെ തന്നെ ഇത് ബനാന. കുറച്ച് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം, നന്നായി അടിച്ചെടുത്താൽ മതി. അപ്പം നല്ലൊരു സ്മൂതി ഇങ്ങനെ എടുക്കാം. ഇനി ഞാൻ അടിച്ച് വെച്ച ജ്യൂസൊക്കെ ഒരു ഗ്ലാസ്സിലേക്ക് പാരാം. ഇങ്ങനെ ഒരു സ്മൂതിയൊക്കെ അടിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈന്തപ്പഴം മതി, വേറെ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് അടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യും വേണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും വേണം. പിന്നെ ഫേസ്ബുക്കും ഫോളോ ചെയ്യണേ. ഓക്കെ, ബൈ.